എന്തിനടി വിഷമിച്ചിരിക്കുന്നത്? ഓ അമ്മ വരുമെന്ന് പറഞ്ഞു, വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ട്രിപ്പ് വന്നപ്പോ എല്ലാം ഓർമ്മയുണ്ടല്ലോ, നിങ്ങൾ രണ്ടും കൂടി അടിയും കൂടി പോയത്. അതേ കണക്ക് ഈ ട്രിപ്പ് ആവലും. അതുകൊണ്ട് രണ്ടുപേരും ഒതുങ്ങി നിന്ന് വല്ലതൊക്കെ ഉണ്ടാക്കി കഴിച്ചോണ്ടിരിക്കും. ഞാൻ ഉണ്ടാക്കുന്നതൊന്നും അമ്മയ്ക്ക് പിടിക്കത്തില്ല. ഓ, അവരുണ്ടാക്കുന്ന പാട്ട വെള്ളം നീ ഉണ്ടാക്കുന്നത് നല്ലതാ. ഞാൻ പോയി എന്തിനെങ്കിലും മേടിച്ചോണ്ട് വരാം. ഞാൻ ഉണ്ടാക്കുന്നത് നല്ലതാണോ? സൂപ്പർ അല്ലേ? ഞാൻ പോയിട്ട് വരാം. നിങ്ങൾ വിഷമിക്കാതിരി. അമ്മ വരുമ്പോ സൽക്കരിച്ചിരിക്കും. അമ്മ വന്ന് അമ്മ അമ്മ ഇനിയമ്മ എന്തൊരു വിശേഷം? എന്തൊരു വിശേഷം മോളെ, ഇങ്ങനെയൊക്കെ പോണു. പിന്നെ ചായയൊക്കെ കുടിച്ചാ? ഓ ഇന്ന് ചേട്ടന് ജോലിയില്ലമ്മ. ഓ ജോലിയില്ല ഞാൻ നിന്നെന്തിരിക്കൂടെ? എന്ത് ചെയ്യാൻ പറ്റും? ജോലിയില്ല ഇങ്ങനെ രണ്ട് കൊച്ചുങ്ങളും കൊണ്ട് ജോലിയില്ലെന്ന് പറഞ്ഞ് നിന്ന കൊള്ളാവൂ. പിന്നെ അന്നേ ഞാൻ പറഞ്ഞ വേണ്ട വേണ്ട വേണ്ടെന്ന്. എത്ര നല്ല നല്ല ആലോചന ഒന്നും കേട്ടില്ല. ഇനിയിപ്പോ പറഞ്ഞിട്ട് ഇനിയിപ്പൊ പഠിക്കാനേ പറ്റുള്ളൂ. പോട്ട് എന്താ ചെയ്യാൻ പറ്റും? ചേട്ടനെ കാണുന്നത് മോനെ ജോലിയില്ലായിരുന്നു മക്കളെ. അമ്മ രാവിലെ വന്നു. കുറച്ച് കഴിക്കാനുള്ള അമ്മയ്ക്ക് ആവശ്യമുള്ളത് ഉണ്ടാക്കി. ഇതിനൊന്നും കൊടുക്കൂലടി. കൊച്ചുമോ മെലിഞ്ഞു പോയല്ലോ പൊന്നുപോയി. ഈ അമ്മയും മക്കളും കൂടെ എല്ലാം അങ്ങ് തിന്നു. വില ജീവിച്ചിരി കൊച്ചിനെ എന്ന് ആഹാരം കൊടുക്കില്ല. വീട്ടിൽ നിൽക്കുമ്പോ വല്ലതൊക്കെ വേവിച്ച് വളർത്തി കൊടുക്കണ്ടേ ഇനി? അതല്ല കുഴപ്പമില്ല, ഉണ്ടാക്കി തരും. പിന്നെ കൊറേ അവര് കഴിക്കും. അതിന് വല്ലതൊക്കെ കൊടു. പാവം എന്റെ കൊച്ചിരിക്കുന്ന നോക്കിയാണ്. അമ്മ 2 ദിവസം കഴിഞ്ഞിട്ട് എല്ലാം കൊച്ചിന് നേരിച്ച് തരാം മക്കളെ. 2 ദിവസം കഴിഞ്ഞേ പോണോ? 2 ദിവസം കഴിഞ്ഞേ പോണോളൂ. എന്റെ മോന് വല്ല പോയിച്ച് കൊടുത്തിട്ട് അവിടോട്ട് ഇരി രണ്ടുപേരും കൂടി. ഞാൻ ഇത് എടുത്ത് പാത്രത്തിലൊക്കെ വെച്ചോണ്ട് വരാം. ഇതാണ് പറയുന്നത്, അപ്പ കാണുന്നവൻ അപ്പാന്ന് വിളിക്കുന്നു.